ആ പൈസ ഉപയോഗിച്ചത് എന്തിനാ? പറ. ആവശ്യമുള്ളത് വാങ്ങാനും ആവശ്യമുള്ളവന് കൊടുക്കാനും. അപ്പോൾ ഇതിനാണ് ക്രിസ്ത്യാനിയുടെ പൈസ വേണ്ടത്. സിസ്റ്റേഴ്സ്, എന്തിനാണ് നമ്മുടെ പൈസ വേണ്ടത്? ആവശ്യമുള്ളത് വാങ്ങാനും ആവശ്യമുള്ളവർക്ക് കൊടുക്കാനും. അപ്പോൾ ഒരുത്തൻ ചോദിച്ചാൽ അവന് കുറച്ചെങ്കിലും കൊടുക്കാൻ വേണ്ടേ? മാത്രമല്ല വചനമില്ലേ ചോദിക്കുന്നവന്, വചനമില്ലേ ചോദിക്കുന്നവന് കൊടുക്കുക എന്നൊരു വചനമുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും കൊടുക്കണ്ടേ? 100 ചോദിച്ചവന് 10 കൊടുക്കണ്ടേ സിസ്റ്ററെ? കൊടുക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ വന്ന് ആരെങ്കിലുമൊക്കെ ചുപ്പിച്ചക്കാരൊക്കെ ചോദിച്ചാൽ കൊടുക്കണം കേട്ടോ. നിങ്ങൾ കൊടുക്കുന്നവരാണ്, ചിരിയണ്ട അറിയാം, കൊടുക്കുന്നവരാണ്. അല്ല, സീരിയസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നവരാണ്. അങ്ങനെ കൊടുക്കണം അല്ലേ? നിങ്ങൾ നോക്കിയേ. അപ്പം നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാനും ആവശ്യക്കാർക്ക് കൊടുക്കാനും ആണല്ലോ. അതിന് നിങ്ങൾക്ക് പൈസ വേണോ? പക്ഷേ ഒരു കണ്ടീഷൻ, ഇവിടെ വച്ച് ഇത് പറഞ്ഞ് പൈസ ഉണ്ടായിട്ട് ആവശ്യമുള്ളത് വാങ്ങുക മാത്രമേ ഉള്ളൂ, ആവശ്യക്കാർക്ക് കൊടുക്കത്തില്ലെങ്കിൽ നീ അധികം താമസിക്കാത്ത വിവരം അറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് ആലോചിച്ചിട്ടേ പറയാവൂ. ആവശ്യമുള്ളത് വാങ്ങാനും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അത്യാവശ്യങ്ങൾ നന്നായിട്ട് നടക്കാനും ദൈവമേ ആവശ്യമുള്ളവരെയൊക്കെ സഹായിക്കാനും എനിക്ക് പണം വേണോ? ഇത്ര പേർക്ക് വേണം. അപ്പോൾ അതിന് കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്, സാക്ഷ്യത്തിൻ്റെ വചനമുണ്ട്. എന്താണ് ഉണ്ട്? അതിലെല്ലാം ഉണ്ട്. കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്, സാക്ഷ്യത്തിൻ്റെ വചനമുണ്ട്. ഒരു വചനം അത് കേട്ടാൽ മതി. എന്താണ്? നമ്മെ സമ്പന്നനാക്കാൻ അവൻ ദരിദ്രനായി നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി. അതവിടെ കിടക്കട്ടെ. നമുക്ക് 2 കൊരിന്തോസ് 9:8 വായിക്കുക. വായിച്ചേ. അതിനാണ് നമുക്ക് പൈസ വേണ്ടത്. 2 കൊരിന്തോസ് 9:8 വായിച്ചേ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. ഇതാണ് കുഞ്ഞാടിൻ്റെ രക്തം. അതായത് ഈ 2 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാവാതെ തരാൻ ദൈവത്തിന് പറ്റും. വിശ്വസിക്കുന്നുണ്ടോ?